ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനികളിലൊന്നാണ് മെറ്റ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും വലിയ 10 പൊതുവ്യാപാര സ്ഥാപനങ്ങളിൽ ഒന്നാണിത്. മെറ്റയുടെ നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടുകൾ സെലിബ്രിറ്റികളുടെ ശബ്ദങ്ങൾ ഉപയോഗിച്ച് പ്രായപൂർത്തിയാകാത്തവരോട് ലൈംഗിക ചുവയോട് കൂടിയുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സെലിബ്രിറ്റികളുടെ ശബ്ദങ്ങൾ ഈ രീതിയിൽ ദുരുപയോഗം ചെയ്യില്ല എന്ന കരാർ നിലനിൽക്കെയാണ് മെറ്റയുടെ ഗുരുതര നിയമലംഘനം. വാൾസ്ട്രീറ്റ് ജേണലാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ജോൺ സീന, ക്രിസ്റ്റൻ ബെൽ, ജൂഡി ഡെഞ്ച് തുടങ്ങിയ താരങ്ങളുമായി ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ കരാറാണ് മെറ്റയ്ക്കുള്ളത്. ഇവരുടെ ശബ്ദം നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടുകൾക്ക് ഉപയോഗിക്കുന്നതാണ് ഈ കരാർ. എന്നാൽ ലൈംഗികത പ്രകടമാകുന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടില്ല എന്ന ഉറപ്പോടെ ഒപ്പിട്ട ഈ കരാർ മെറ്റ ലംഘിച്ചതായാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ബോട്ടുകൾ കൂടുതൽ ആകർഷകമാക്കുന്നതിനായി അതിന്റെ സുരക്ഷാ നിയന്ത്രണങ്ങളിൽ മെറ്റ അയവ് വരുത്തിയതായി ചില ജീവനക്കാർ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. പ്രായപൂർത്തിയാകാത്തവരുടെ കാര്യത്തിലുള്ള ഇത്തരം അപകട സാധ്യതകളെക്കുറിച്ച് നേരത്തെ ഇവർ മുന്നറിയിപ്പ് നൽകിയതായും പറയുന്നു. എന്നാൽ വാൾസ്ട്രീറ്റ് ജേണലിന്റെ കണ്ടെത്തലുകൾ കൃത്രിമമാണെന്നാണ് വിഷയത്തിൽ മെറ്റയുടെ വിശദീകരണം. അവ സാധാരണയായ ഉപയോക്തൃ ഇടപെടലുകളെ പ്രതിനിധീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല അങ്ങേയറ്റം സാങ്കല്പികവുമാണ്. എന്നിരുന്നാലും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മണിക്കൂറുകളോളം ഉപയോഗിച്ച് അതിനെ മോശമായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് ഇനി അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള നടപടികൾ സ്വീകരിച്ചതായും മെറ്റ അറിയിച്ചു. അതേസമയം റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ പ്രായപൂർത്തിയാക്കാത്തവരുടെ ബോട്ട് ഉപയോഗത്തിന്റെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ മെറ്റ വരുത്തിയിട്ടുണ്ട്.